ഈ അമ്മ ഇങ്ങനെ എന്തോ കണ്ടു പേടിച്ച കഥയൊക്കെ വീട്ടിലെല്ലാവർക്കും അറിയണാണ്. ഇത് ഇങ്ങനെ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ പേടിച്ചിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ അമ്മക്ക് ഉണ്ടായിരുന്നു. എന്താണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് അമ്മക്ക് ഓർമ്മയില്ല കേട്ടോ. അച്ഛനും അമ്മയും ഇത് കേട്ട പാട് ഇങ്ങനെയൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ സൈക്കോളജിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞ് അവരോടാണെങ്കിൽ അനുവിന്റെ ഈ ഒരു കേസ് ഇവർ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം അമ്മ പാനിക് ആവും. പൂജാരി എന്താ പറയുന്നത് വെച്ചാൽ മക്കൾക്ക് ചെയ്താൽ മതിയല്ലോ, ആൻഡ് സൈക്കോളജിസ്റ്റിനെ എന്തായാലും കാണിക്കണല്ലോ. അങ്ങനെ ഇവര് പൂജാരി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അമ്മ ഫുള്ളി ഇതിന്ന് റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ പഴയ പോലെ ആവാൻ തുടങ്ങി. ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പറയണേ. ഞാൻ സ്ലീപ്പ് പാരാലിസിന്റെ സ്റ്റോറി ഇട്ടതിന് ശേഷം എന്നോട് നിങ്ങൾ ഷെയർ ചെയ്ത കഥകളിലെ പകുതി മുക്കാലും സ്ലീപ്പ് പാരാലിസിസ് അല്ല. സ്ലീപ്പ് പാരാലിസിന് പൊതുവെ നമുക്ക് ബ്രീത്തിന് ഇഷ്യൂ വരുന്നതുകൊണ്ട് നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുക. അങ്ങനത്തെ ക്രിയേച്ചറിനെല്ലാം നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുക. അവർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റൂല. ബ്രീത്തിന്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഹാലൂസിനേറ്റ് ചെയ്യുക, നമ്മളെ ചെസ്റ്റിന്റെ അവിടെ ഒരു ക്രിയേച്ചർ ഇടുന്നതിനാണ്ട് നമ്മളെ സഫിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഹാലൂസിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു സംഭവം ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നു, അത് കാരണം നമ്മൾ ഭയങ്കര പാനിക് ആവുന്നു, ബ്രീത്ത് കിട്ടുന്നില്ല, ബോഡിയുടെ മൂവ്മെന്റ് കിട്ടുന്നില്ല, അതുപോലെയാണ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള എന്റെ അറിവിൽ സ്ലീപ്പ് പാരാലിസിസിൽ സംഭവിക്കുക. അതിൽ കൂടുതൽ പലരുടെ സ്റ്റോറിയിലും ഇപ്പൊ നമുക്ക് പറയുമ്പോൾ കോമഡി ആയിരിക്കും. ഇത് മുഖത്ത് അടി കിട്ടിയവരുണ്ട്, എടുത്തെറിഞ്ഞ കഥയെല്ലാം ഉണ്ട്. എന്റെ അറിവിൽ അങ്ങനെയൊന്നും സ്ലീപ്പ് പാരാലിസിസിൽ വരൂല. കാരണം നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യുന്ന ക്രിയേച്ചർ ആണ്. അതിന് നമ്മളെ ബോഡിയിൽ ലൈക്ക് മുറിവ് പോലെ ഒന്നും ആക്കാനോ അല്ലെങ്കിൽ നമ്മൾ എടുത്തെറിയാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. അതെല്ലാം ഇപ്പൊ നമ്മൾ ഈ ഫോക്ലോ ഹൊറർ സ്റ്റോറീസ് ഒക്കെ കുറെ കേട്ടിട്ടില്ലേ. അതിൽ നമ്മൾ എന്താണോ ക്രിയേച്ചറിനെ വിളിക്കുന്നത്, പ്രേതം എന്നാണോ വേറെ എന്താണോ വിളിക്കുന്നത് വെച്ചാൽ അതുപോലത്തെ സംഭവങ്ങളായിരിക്കും. സ്ലീപ്പ് പാരാലിസിസ് ആയിരിക്കൂല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതല്ലാണ്ട് എന്തെങ്കിലും, സ്ലീപ്പ് പാരാലിസിസ് ഇങ്ങനെയും വരും എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ആക്കണേ.